ഹായ് എവ്രിവൺ, ഹോപ്പ് യു ആർ ഡൂയിങ് ഗ്രേറ്റ്. നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ഓരോ ദിവസത്തെ സെഷനും നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ മെഡിറ്റേഷനിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പങ്കെടുക്കുന്ന നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷനാണ് ക്ലാസ് ചെയ്തത്. ഹൗ വാസ് ദ മെഡിറ്റേഷൻ? എങ്ങനെ ഉണ്ടായിരുന്നു? മെഡിറ്റേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഡിഡ് യു എൻജോയ്? താങ്ക് യു സോ മച്ച്. അപ്പം ജീവിതത്തിൽ ഓരോ കാര്യത്തിനും എല്ലാത്തിനും നന്ദി പറഞ്ഞോ? അവേഴ്സ് ആരാണ് ഇവിടെ ഫസ്റ്റ് ടൈം ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നവർ? ഓക്കെ, അതേപോലെ തന്നെ മറ്റൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ നേരത്തെ 5 മണിക്ക് എണീറ്റിട്ട് അല്ലെങ്കിൽ എത്ര മണിക്കാണ് നിങ്ങൾ 5 AM ക്ലബ്ബിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്? എത്ര മണിക്കാണ് നിങ്ങൾ എണീറ്റിട്ട്? ഡിഡ് യു വേക്ക് അപ്പ്? വെൻ ഡിഡ് യു വേക്ക് അപ്പ്? ജസ്റ്റ് കമന്റ് ഓൺ. ജസ്റ്റ് കമന്റ് ഓൺ വെൻ ഡിഡ് യു വേക്ക് അപ്പ്? വേക്ക് അപ്പ് ആ ടൈം ഒന്ന് കണക്ട് ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്യുക. ഒരു അച്ചീവ്മെന്റ് ആണ്, നമ്മുടെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം വെൽത്ത് ക്രിയേഷൻ ആണ്. എങ്ങനെ നമുക്ക് സമ്പത്ത് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ ഇന്ന് ഈവനിങ്ങിൽ ഒരു വെൽത്ത് ക്രിയേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു വെബിനാർ നടക്കുന്നുണ്ട്. സോ കം ആൻഡ് അറ്റൻഡ് ദാറ്റ് പ്രോഗ്രാം ആസ് വെൽ. നമുക്ക് നമ്മുടെ ലൈഫിൽ എങ്ങനെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, വെൽത്തിന് വേണ്ടിയിട്ട് ഏതെല്ലാം മൈൻഡ് സെറ്റ് ആണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്, നമ്മളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ. നിങ്ങൾ സീരിയസ് ആയിട്ട് ഒരു പ്രൊഫഷൻ തേടുന്ന ഒരാളാണ്, വരുമാന മാർഗം വേണമെന്ന് ആഗ്രഹിക്കുന്നതാണ്, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് എങ്കിൽ ദിസ് പ്രോഗ്രാം അല്ലെങ്കിൽ എന്താ പറയുക, ഈ ഒരു സെഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതിന് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് നമുക്ക് കിടക്കാം. ഹോപ്പ് യു ആർ റെഡി. ഓക്കെ, ഇഫ് യു ആർ റെഡി ജസ്റ്റ് കമന്റ് ഓൺ RE എന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് കമന്റ് ഓൺ RE. ജസ്റ്റ് കമന്റ് ഓൺ RE. ഓൾറൈറ്റ്. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് വെച്ചാൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരും അതേപോലെ സമ്പത്തുള്ള ആൾക്കാരും തമ്മിലുള്ള കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അവർ ചിന്തിക്കുന്ന രീതിയും അവരുടെ സൈക്കോളജിയും അതേപോലെ അവരുടെ മൈൻഡ് സെറ്റും അവർ കാര്യങ്ങളെ കാണുന്ന രീതിയും ഒക്കെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. സമ്പത്തുള്ള ആൾക്കാരും സമ്പത്ത് അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള സാമ്പത്തികമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരും നമ്മളുടെ മൈൻഡ് സെറ്റിലുള്ള ഡിഫറൻസ് എന്താണ്? ആ ഡിഫറൻസ് എത്ര പേർക്ക് അറിയാവുന്ന ഡിഫറൻസുകൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് എന്തെങ്കിലും സംസാരിക്കാം. യു ക്യാൻ അൺമ്യൂട്ട് യുവർ സെൽഫ്, അൺമ്യൂട്ട് ചെയ്തിട്ട് എന്തെങ്കിലും സംസാരിക്കാവുന്നതാണ്. ഓക്കെ, ഏത് രീതിയിലുള്ള വ്യത്യാസങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്? നിങ്ങൾ കണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്താണ്? ഒന്ന് കമന്റ് ചെയ്തോളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. സമ്പന്നരായിട്ടുള്ള ആൾക്കാരും സാധാരണക്കാരും തമ്മിലുള്ള വ്യത്യാസം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോളൂ. ഇനി ശരത്, നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എല്ലാ ഗ്രൂപ്പിലും ഒന്ന് അപ്ഡേറ്റ് ചെയ്യട്ടോ. സോ വി ക്യാൻ ബിഗിൻ. പറഞ്ഞോളൂ. സമ്പത്തുള്ള ആളെന്ന് പറഞ്ഞാൽ വെൽ ഡ്രസ്ഡ് ആയിരിക്കും. ഓക്കെ, പിന്നെ അവർക്ക് എല്ലാത്തിനും ഒരു കൃത്യനിഷ്ഠത ഉണ്ടാവും. ഓക്കെ, അവർ പോകുന്നതും വരുന്നതും വെച്ചാല് എന്തൊക്കെ ചെയ്യണം എന്നെല്ലാം മുൻകൂട്ടി പ്രിപ്പയർ ചെയ്തിട്ടായിരിക്കും പോകുന്നത്. പിന്നെ ആളുകളെ കാണുമ്പം തന്നെ അവര് സാധാരണ ഒരു ആളെ പോലെ ആയിരിക്കില്ല, എല്ലാവരോടും പിന്നെ നല്ലതായിട്ട് ചിരിച്ച് വിഷ് ചെയ്ത് അങ്ങനെ പോകുന്നതായിട്ടാണ് കണ്ടത്. ഓക്കെ. സമ്പത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ പ്രധാനമായിട്ടും പല പ്രത്യേകതകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് അവര് വളരെയധികം. താങ്ക് യു സോ മച്ച് മാം ഫോർ ഷെയറിങ് യുവർ ഇൻസൈറ്റ്സ്. തീർച്ചയായിട്ടും അതിൽ ചില പോയിന്റ്സുകൾ വളരെ റിലവൻ്റ് ആണ്. പ്രത്യേകിച്ച് അവര് നല്ല രീതിയിൽ മറ്റുള്ളവരോട് പെരുമാറുന്നു എന്നുള്ളതുമായി ബന്ധപ്പെട്ട് സമ്പന്നരായിട്ടുള്ള ആൾക്കാരുടെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, ദേ തിങ്ക് ആൻഡ് അട്രാക്ട് വെൽത്ത്. അവര് സമ്പത്തിനെ കുറിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ചിന്തിക്കുന്നവരാണ്. സമ്പത്തിനെ കുറിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ചിന്തിക്കുന്നവരാണ്. നമ്മളുടെ ലൈഫിൽ നമുക്ക് എന്താണോ വേണ്ടത് അത് നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് കറക്റ്റായിട്ട് അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നമ്മളുടെ ലൈഫിലേക്ക് വരും എന്നാണ് പറയുന്നത്. സോ സമ്പത്ത് നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, വെൽത്ത് നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇൻക്രീസ് അവയർനെസ് ഓൺ വെൽത്ത്. നിങ്ങളുടെ അവയർനെസ്സിൽ സമ്പത്തിനെ കുറിച്ചുള്ള ചിന്തകൾ എന്ത് ചെയ്യുക, വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. സാധാരണക്കാരും അവർ തമ്മിലുള്ള വ്യത്യാസം എന്താ? സാധാരണക്കാർ സമ്പത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഇഷ്ടമല്ല, സമ്പത്തിനെ കുറിച്ച് ആലോചിക്കുന്നത് ഇഷ്ടമല്ല. അതൊക്കെ ആർത്തിയാണ്, അതൊന്നും ശരിയല്ല, അതൊക്കെ സെൽഫിഷ് ആണ്. സമ്പത്തിനെ കുറിച്ച് രണ്ട് സുഹൃത്തുക്കൾ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പണം ഉണ്ടാക്കുന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ കുടുംബങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ പണത്തിനെ കുറിച്ച് സംസാരിക്കില്ല. കുടുംബങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പണത്തിനെ കുറിച്ച് സംസാരിക്കും, ബാക്കി എല്ലാ വിശേഷങ്ങളും സംസാരിക്കും.
മറ്റുള്ളവരുടെ അസുഖങ്ങൾ, അവന് സുഖമില്ല, ഇവന് സുഖമില്ല, അവനെ പോയി കണ്ടിരുന്നു, ഇവനെ പോയി കണ്ടിരുന്നു, ഇത്തരത്തിലുള്ള കാര്യങ്ങളല്ലാതെ. ശരിയാണോ? സാധാരണക്കാർ അസുഖങ്ങളെ പറ്റി സംസാരിക്കുന്നു, പ്രയാസങ്ങളെ പറ്റി സംസാരിക്കുന്നു, ബുദ്ധിമുട്ടുകളെ പറ്റി സംസാരിക്കുന്നു. സമ്പന്നരായിട്ടുള്ള ആൾക്കാർ അവസരങ്ങളെ പറ്റി സംസാരിക്കുന്നു, ബിസിനസിനെ പറ്റി സംസാരിക്കുന്നു, നല്ല ശോഭനമായിട്ടുള്ള ഭാവിയെക്കുറിച്ച് സംസാരിക്കുന്നു, എങ്ങനെ സമ്പത്ത് ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കുന്നു. ആൻഡ് ദാറ്റ്സ് എ ഡിഫറൻസ്. ഒരു വല്ലാത്ത ഡിഫറൻസിലേക്കാണ് അത് നയിക്കുന്നത്. നമ്മൾ എന്താണ് സംസാരിക്കുന്നത് അത് നമ്മളായിത്തീരും. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് അതായിത്തീരും. നിങ്ങൾ എന്താണ് പ്രവർത്തിക്കുന്നത് അതായിത്തീരും. നിങ്ങളുടെ വാല്യൂസ് എന്താണ് അതായിത്തീരും. നിങ്ങൾ നിങ്ങളുടെ ടൈം എവിടെയാണ് സമയം ചെലവഴിക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ ടൈം, സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ ടൈം ചെലവഴിക്കുന്നത് പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട്, സമ്പത്തുമായി ബന്ധപ്പെട്ട് ഇല്ലാത്ത കാര്യങ്ങളിലായിരിക്കാം. സമ്പത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട. ശരത്, എനിക്ക് എന്നെ ഒന്ന് കോ-ഹോസ്റ്റ് ആക്കണം, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, യാ, ഓക്കെ, വെരി ഗുഡ്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ആട്രിബ്യൂട്ട്സ് ഓഫ് ദ റിച്ച് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. സമ്പത്തുള്ള ആൾക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് വൺ സോഴ്സ് ഓഫ് ഇൻകം വേഴ്സസ് മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം. സാധാരണക്കാരും അവരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് വൺ സോഴ്സ് ഓഫ് ഇൻകം, മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം. സാധാരണക്കാരന് എന്തേ ഉള്ളൂ? ഒറ്റ സോഴ്സിൽ നിന്നുള്ള ഇൻകമേ ഉള്ളൂ. ഒറ്റ സോഴ്സിൽ നിന്നുള്ള ഇൻകമേ ഉള്ളൂ. റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒന്നിലധികം സ്രോതസ്സിൽ നിന്നുള്ള വരുമാനമുണ്ട്. അവർക്ക് ഒന്നിലധികം സ്രോതസ്സിൽ നിന്നുള്ള വരുമാനമുണ്ട്. ദേ ഹാവ് മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം. മനസ്സിലാവുന്നുണ്ടോ? ദേ ഹാവ് മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം. അവർക്ക് അത്രയും ഇൻകം ഉണ്ട്. ആ ഇൻകം അവർക്ക് എങ്ങനെയാണ് അവർ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്? മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം. അവർക്ക് സാധാരണ റിച്ച് ആയിട്ടുള്ള ആൾക്കാരെ പറ്റി പറയുന്നത്, അവരുടെ കണക്കിൽ അവർ ആഗ്രഹിക്കുന്ന മിനിമം, അല്ലെങ്കിൽ അവർ ഒരു മില്യണിയർ ആവുന്നത്, സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നതിന്റെ രഹസ്യം 7 സ്രോതസ്സിൽ നിന്നുള്ള വരുമാനമെങ്കിലും അവരെന്തെങ്കിലും ഉണ്ടാക്കി വെക്കും. സാധാരണക്കാരൻ എന്താണ്? ഒരു ജോലി, അതിൽ നിന്നുള്ള വരുമാനം. ഒരു ചെറിയ ബിസിനസ്, അതിൽ നിന്നുള്ള വരുമാനം. ഒരു സ്വയം തൊഴിൽ, അതിൽ നിന്നുള്ള വരുമാനം. നമുക്ക് തൊഴിലിൽ നിന്ന് വരുമാനം ഉണ്ടാവണം. അതേപോലെ ആ തൊഴിലിൽ നിന്നുള്ള വരുമാനം ഉപയോഗിച്ച് സേവ് ചെയ്തിട്ട് തോട്ടമോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളോ എന്തെങ്കിലും വാങ്ങിച്ചു വെച്ചിട്ട് ആ സ്ഥലത്ത് നിന്ന് വരുമാനം ഉണ്ടാവും. ഒരു തെങ്ങിൻ തോപ്പ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വരും, റബ്ബർ എസ്റ്റേറ്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വരുമാനം ഉണ്ടാവും. റിച്ച് ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും എന്താ വെച്ചാൽ മൾട്ടിപ്പിൾ, ഒന്നിലധികം സ്രോതസ്സിൽ നിന്നുള്ള വരുമാനം വേണം എന്ന് ശക്തമായ ഗോളുള്ളവരാണ്. അപ്പൊ ശക്തമായിട്ടുള്ള ഗോള് അതിലെന്ത് ചെയ്യണം? സെറ്റ് ചെയ്യണം. ക്ലിയർ ആണോ? ഒന്നിലധികം വരുമാന മാർഗം വേണം. ക്ലിയർ ആണോ പറയുന്നത്? ഒന്നിലധികം വരുമാന മാർഗം വേണം. ഓക്കെ. അടുത്തത്, സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പൊ ഈ ഒന്നിലധികം വരുമാനം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളുടെ ലൈഫിൽ വലിയ രീതിയിലുള്ള ചേഞ്ചസ് അത് കൊണ്ടുവരും. അത് നമ്മൾ തന്നെ എല്ലാം ജോലി ചെയ്യേണ്ട. അപ്പൊ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്തിട്ട് വരുമാനം ഉണ്ടാക്കുന്നതല്ല. ആക്റ്റീവായിട്ട് ജോലി ചെയ്യുന്നത് ഒരു വരുമാനവും, ബാക്കിയെല്ലാം പാസീവ് ഇൻകവും ആയിരിക്കണം. പാസീവ് ആയിരിക്കണം. പാസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണിയെടുക്കണം, മറ്റുള്ളവർ പണിയെടുത്തിട്ട് നമുക്ക് ക്യാഷ് ഉണ്ടാവണം. അതർ പീപ്പിൾ ഷുഡ് ബ്രിങ് മണി. Other people should work for us, or money should work for us. Other systems should work for us. So സാധാരണക്കാർ എന്താണ്? They are the machine. And rich ആയിട്ടുള്ള ആൾക്കാർ എന്താണ്? They own the machine. സാധാരണക്കാർ പണം ഉണ്ടാക്കുന്ന മെഷീനായി മാറുന്നു, എന്നാൽ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു? പണം ഉണ്ടാക്കുന്ന ഒരുപാട് മെഷീനുകൾ ഉണ്ടാക്കുന്നു. മെഷീൻ എന്താണ് ഉദ്ദേശിച്ചത്? പണം ഉണ്ടാക്കുന്ന മെഷീൻ എന്ന് പറയുന്നത് വേറൊരു ബിസിനസ് ആയിരിക്കാം, അതിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. വേറെ എന്തെങ്കിലും പ്രൊജക്റ്റ് ആയിരിക്കാം, അതിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. They actually have a multiple source of income, മൾട്ടിപ്പിൾ ബിസിനസ്സുകൾ. ക്ലിയർ ആണോ? അവിടെ എന്താണ്? മറ്റുള്ളവരാണ് ജോലി ചെയ്യുന്നത്. അവിടെ ഒരു മാനേജറെ വയ്ക്കും,
അവിടെ ഒരു ബിസിനസ് സിഇഒനെ വെക്കും, അല്ലെങ്കിൽ മാനേജറെ വെക്കും, അവിടെ ഒരാളെ എംപ്ലോയ് ചെയ്യും. അങ്ങനെ എന്താ വെച്ചാൽ അത് ചെറിയൊരു കഫറ്റീരിയ ആണെങ്കിൽ പോലും, ചെറിയൊരു മുറുക്കാൻ കടയാണെങ്കിലും യു ക്യാൻ ഡു ഇറ്റ്. ഒരുപാട് പണമൊന്നും വേണ്ട. ചെറിയ എമൗണ്ട് മാറ്റി വെച്ചിട്ട് ഒരു 50,000 രൂപ വെച്ചിട്ട്, അല്ലെങ്കിൽ 1,00,000 രൂപ വെച്ചിട്ട് ചെറിയൊരു ചായക്കട തുടങ്ങാം. അത് വേറൊരാളെ ഏൽപ്പിക്കാം. അതിലൊരു 10-15 ഇതേപോലെ അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 15 ലക്ഷം ഉണ്ടെങ്കിൽ മിനിമം ഒരു 7 തുടങ്ങാം. 2 ലക്ഷം, ചെറിയ സ്പേസ് മതി. ഇപ്പൊ ബാംഗ്ലൂരിൽ തന്നെ ഞാൻ ഒരു കട കണ്ടതാണ്. ചെറിയൊരു കട ബാംഗ്ലൂർ സിറ്റിയിലേക്കൊക്കെ ട്രാവൽ ചെയ്യും. നിങ്ങളടുത്ത് 2 ലക്ഷം 1 ലക്ഷം ഉള്ള സിറ്റിയിലൊക്കെ ട്രാവൽ ചെയ്തിട്ട് ഇതേപോലെ ഏതെങ്കിലും ചെറിയ ഒരു കോർണർ ഒരു കട കാണും. അവിടെ കൊണ്ടുപോയിട്ട് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യുക, അവിടെ അഡ്വാൻസും കൊടുത്തിട്ട്, ചെറിയ സ്ഥലം മതി. ചിലപ്പോൾ അഡ്വാൻസ് ചിലപ്പോൾ പറയാൻ പറ്റില്ല. അത്രയും ചെറിയ സ്ഥലമായതുകൊണ്ട് 50,000 വരുള്ളൂ അഡ്വാൻസ്. പക്ഷെ 50,000 നമ്മുടെ നാട്ടിൽ അത്തരത്തിലുള്ള ചെറിയ സ്ഥലത്തിന് 50,000 ഭയങ്കര എമൗണ്ടാണ്. പക്ഷെ ബാംഗ്ലൂരിൽ അതൊരു തീർച്ചയായിട്ടും അത്രയും നല്ല സ്പോട്ടായിരിക്കും. അവൻ അങ്ങനെ നല്ലൊരു സ്ഥലത്ത് അവിടെ കൊണ്ടിട്ട് ഇട്ട് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ചായ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു പയ്യനെ നിലനിർത്തുക, അല്ലെങ്കിൽ ഒരാളെ നിലനിർത്തുക. ഇപ്പം ഇന്നത്തെ കാലത്ത് കിട്ടും ആൾക്കാർ, എത്രയോ പണിക്കാരെ കിട്ടും. ലയിക്കണം അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ എത്രയോ കിട്ടും. അയാൾക്ക് എന്ത് ചെയ്യുക, ദിവസക്കൂലിയോ മറ്റുള്ള കാര്യങ്ങളോ കൊടുക്കാം. ചെറിയത് സ്റ്റാർട്ട് ചെയ്താൽ മതി. യു ഡോണ്ട് നീഡ് ടു സ്റ്റാർട്ട് ലൈക്ക് ബിഗ് പ്രോജക്ട്സ്. അങ്ങനെ തന്നെ ചിന്തിക്കേണ്ടത്. ചെറുത് സ്റ്റാർട്ട് ചെയ്യാം, ചെറിയ സംഗതികൾ സ്റ്റാർട്ട് ചെയ്യാം. അതേപോലെ നിങ്ങൾക്കൊരു കുതിരനെ വാങ്ങിക്കാൻ പറ്റുമോ? ഒരു കുതിരനെ വാങ്ങിക്കാൻ പറ്റും. ആ കുതിരനെ വാങ്ങിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം പറയാൻ പറ്റില്ല, 50,000 60,000 അല്ലെങ്കിൽ ഒരു 70,000 അല്ലെങ്കിൽ 1 ലക്ഷമൊക്കെ ചിലവന്ന് വരും. ഇപ്പൊ ടൂറിസം ഭയങ്കരമായിട്ട് എല്ലായിടത്തും ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾ എന്ത് വെച്ചാൽ ഒരു കുതിരനെ വാങ്ങിച്ചിട്ട് നിങ്ങൾ നേരെ ഈ കുതിരനെ, അത്യാവശ്യം നല്ല വീക്കെൻഡുകളിൽ നല്ല തിരക്കുണ്ടാകുന്ന സ്ഥലങ്ങളുണ്ട്. ഇപ്പൊ വീക്കെൻഡ് കണക്കൊന്നുമില്ല. ഒരു വൈകുന്നേരം 3 മണിക്കോ അങ്ങ് തുടങ്ങിയാൽ മതി. ഒരു കുതിരനെ നോക്കാൻ വേണ്ടിയിട്ട് അതിനെ ട്രീറ്റ് ചെയ്യാനും ഒരു പണിക്കാരനെ ഏൽപ്പിക്കുക. അയാൾക്ക് എന്ത് ചെയ്യുക, അയാളോട് സംസാരിക്കുക, അയാൾക്ക് ഇത്ര ദിവസക്കൂലി കൊടുക്കുക. അയാൾക്കും എന്താ പറയുക, ചിലപ്പോൾ പറയാൻ പറ്റില്ല. അയാളുടെ മോർണിംഗിൽ ഏതെങ്കിലും ജോലിയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ജോലി കഴിഞ്ഞതിന് വന്നതിന് ശേഷം അയാൾക്ക് എന്ത് ചെയ്യാം, ഈ പരിപാടി കൂടെ വേണമെങ്കിൽ അഡീഷണൽ ചെയ്യാം. കുതിരയ്ക്ക് വേണ്ട ലയിക്കണം, അതിന് വേണ്ട ഭക്ഷണം കൊടുക്കണം, അതിന് വേണ്ട നല്ല രീതിയിൽ അതിനെ ട്രീറ്റ് ചെയ്യണം, കുളിപ്പിക്കണം, ഫ്രഷ് ആക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക, ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ടൂറിസ്റ്റുകൾക്ക്, അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു 100 മീറ്റർ അങ്ങോട്ട് നടക്കാൻ, അവിടെ നിന്ന് ഇങ്ങോട്ട് 100 മീറ്റർ നടക്കാൻ 100 രൂപ 150 രൂപ വാങ്ങിക്കുന്നവരുണ്ട്, ഇല്ലയോ? ഇതെന്തുകൊണ്ട് നമുക്ക് ചിന്തിച്ചുകൂടാ? ചെറിയ പരിപാടികളെ ഞാൻ പറയും. ഇനി അതെല്ലാം നിങ്ങൾക്ക് വലുത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡു ദ ബിഗ് വൺസ്. 1 ലക്ഷം 2 ലക്ഷം ഒരു 3 ലക്ഷം, അങ്ങനെ ചെറിയ ചെറിയ സംഗതികൾ വെച്ചിട്ട് എന്ത് ചെയ്യാം, ആലോചിക്കാം. കാരണം വലുത് പറയുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും എന്താ പറയുക, പേടി, പ്രയാസം. ചെറുത് ഒരുപാടെണ്ണം സ്റ്റാർട്ട് ചെയ്തൂടെ? ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്ത് നല്ല രീതിയിൽ വിജയിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വരുമാനം കിട്ടും. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, നല്ല വരുമാനം കിട്ടും. ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ ഒരു കുതിരയുടെ അടുത്ത് പോയിട്ട് 150 രൂപ അല്ലെങ്കിൽ 100 രൂപ ടിക്കറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ തരും. ഒന്ന് ഫോട്ടോ എടുക്കാനും, അതേപോലെ തന്നെ ഫോട്ടോ എടുക്കാൻ സ്പെഷ്യൽ ചാർജ്, അല്ലെങ്കിൽ വേണ്ട ഫോട്ടോ എടുക്കലും ഈ പറഞ്ഞിരിക്കുന്ന കുതിര സവാരി, ഒരു 100 മീറ്റർ അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരാം. അങ്ങനെ 10 എണ്ണമാണോ കിട്ടുക ഒരു ദിവസം? രാവിലെ മുതൽ വൈകുന്നേരം വരെ. വീക്കെൻഡിൽ എന്തായാലും ശനി ഞായർ എന്തായാലും അത്യാവശ്യം നല്ല ബിസിനസ് ഉണ്ടാവും. ഞായറാഴ്ച ഒന്നും പറയണ്ട, മോർണിംഗ് മുതൽ തുടങ്ങും. എത്ര രൂപ ഏണിങ്സ് ഉണ്ടാവും? ബാക്കിയുള്ള എല്ലാ ദിവസവും ഈവനിങ്ങിലും ബിസിനസ് ഉണ്ടാവും. അത്യാവശ്യം ടൂറിസ്റ്റ് ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ, ബീച്ച് സൈഡിൽ പോലുള്ള സ്ഥലങ്ങളാണെങ്കിൽ. അപ്പോൾ ആലോചിക്കേണ്ടത് എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള സംഗതികൾ എങ്ങനെ ആലോചിക്കാം. അത് ചെറിയൊരു എക്സാമ്പിളാണ്. ഇപ്പം വേറെ സ്ഥലത്ത് ഞാൻ പോയി കണ്ടപ്പോൾ ഞാൻ കണ്ടതൊരു സംഗതിയാണെന്ന് വെച്ചാൽ, ഈ കഴുത്തിലിടാൻ പറ്റുന്ന പാമ്പുണ്ട്. ശരിക്കുള്ള പാമ്പ്. നിങ്ങളൊന്നും തൊടൊന്നും വേണ്ട, പേടിക്കാൻ. നിങ്ങൾക്ക് അറപ്പാണ്, നിങ്ങൾക്ക് പേടിയാണ്, നിങ്ങളൊന്നും ചെയ്യേണ്ട. അതിനെ കൈകാര്യം ചെയ്യാൻ പേടിയില്ലാത്ത താല്പര്യമുള്ള ആൾക്കാർ. ഇതിനൊക്കെ പൈസ വാങ്ങുന്നുണ്ട്, അത് രസം.
ഇത് തോളത്തിടുക, എന്നിട്ട് ഫോട്ടോ എടുക്കുക. ആൾക്കാർക്ക് ഇത് താല്പര്യമാണ്. സോ ഞാൻ പറയുന്നത് മൃഗങ്ങളെ ഉപയോഗിച്ച് പണം ഉണ്ടാക്കുക എന്നുള്ളതല്ല. അതായത് ഇതേപോലെ ഓരോ വഴികൾ, പല ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് അവസരം കാണുള്ളൂ. അയാളവിടെ വേറെ ഒന്നും കാണൂല. പണം ഉണ്ടാക്കാനുള്ള അവസരങ്ങൾ എന്താ? നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഇനി ചായക്കടകൾ തുടങ്ങാം, ബ്രാൻഡഡ് ആയിട്ടുള്ള ചായക്കടകൾ. ആദ്യം ബ്രാൻഡഡ് അല്ല, ലേബലിൽ, നമ്മുടെ ഒരു ലേബലിൽ എന്ത് ചെയ്യുക, ഒരു പേരൊക്കെ ഇട്ടിട്ട് ചായക്കട തുടങ്ങും. അത്യാവശ്യം ചെറിയൊരു ഏരിയയിൽ മതി. അത് നന്നായിട്ട് വിജയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അത് പിന്നെ ആ ലേബൽ എന്ത് ചെയ്യുക, ആൾക്കാർ സ്വീകരിച്ചു കഴിഞ്ഞ ഒരു ബ്രാൻഡായി മാറും. അങ്ങനെ ബ്രാൻഡായി മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പരമാവധി സ്ഥലം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന്റെ ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്യാം. സോ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം പല രീതിയിൽ തുടങ്ങാം. ഇതിനൊക്കെ വേണ്ടത് എന്താണ്? ഒരു വരുമാന മാർഗം കാണുമ്പോൾ ഒരിക്കലും നിങ്ങൾ അതിൽ ജോലി ചെയ്യുന്നത് കാണരുത്. മറിച്ച് അതിന് ജോലി ചെയ്യാൻ പറ്റിയ ഒരാളെ നിങ്ങൾ കാണണം. നിങ്ങളല്ല പണിയെടുക്കേണ്ടത്. സമ്പന്നരായിട്ടുള്ള ആൾക്കാർ ചിന്തിക്കുന്നത് വെച്ചാൽ ഞാൻ ഒരിക്കലും പണിയെടുക്കില്ല, അത് പണിയെടുപ്പിക്കുകയാണ് ഞാൻ ചെയ്യുക. ഐ ഡോണ്ട് ഡു തിങ്സ്, ഐ ഗെറ്റ് തിങ്സ് ഡൺ എന്നൊരു മൈൻഡ് സെറ്റിലേക്ക് എന്ത് ചെയ്യണം നമ്മൾ. മനസ്സിലാവുന്നുണ്ടോ? സമ്പന്നരുടെ ഒരു മൈൻഡ് സെറ്റ് അതാണ്. സോ ദേ വിൽ ഫൈൻഡ് പീപ്പിൾ. അവരെന്ത് ചെയ്യും, പണിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള നല്ല ജോലി തേടി നടക്കുന്ന ഈ ഒരു മൈൻഡ് സെറ്റ് ഇല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യും, അപ്പൊ അവർ തീരുമാനമെടുക്കും. തുടക്കത്തിൽ നമ്മൾ പണിയെടുക്കേണ്ടി വരും. എന്ത് പണിയെടുക്കാൻ നമ്മൾ റെഡിയാണ്. പക്ഷെ എപ്പോഴും നമ്മൾ എന്താ വെച്ചാൽ, നമ്മുടെ മൈൻഡിൽ എന്താ വെച്ചാൽ, സമ്പന്നരാവണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ അവർക്ക് ജോലി കൊടുക്കുക. ജോലി കൊടുക്കുന്ന ഒരാളാണ്, ജോലി എടുക്കുന്ന ഒരാളല്ല, ജോലി വാങ്ങുന്ന ഒരാളല്ല, ജോലി നൽകുന്ന ഒരാളാണ്. അങ്ങനെ നമ്മൾ കാണണം നമ്മളെ. അല്ലാതെ നമ്മൾ പോയിട്ട് ഒറ്റയ്ക്ക് പണിയെടുത്തിട്ട് സമ്പന്നനാകാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കൂല. ആൻഡ് ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ. ഇവിടെ പണിയെടുക്കാനും ജോലി അന്വേഷിച്ച് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അല്ലേ? യെസ് ഓർ നോ? ശരിയാണ്. അവർക്ക് ജോലി അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, അവർ നമുക്ക് വേണ്ടിയിട്ട്. അപ്പൊ ആക്റ്റീവായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരൊറ്റ സ്രോതസ്സിൽ നിന്നുള്ള വരുമാനം. പാസീവായിട്ട് എന്ത് ചെയ്യുക, ഈ പറഞ്ഞിരിക്കുന്ന ജോലിക്കാരെ മുഴുവൻ കോർഡിനേറ്റ് ചെയ്യുന്ന ജോലിയാണ് നമ്മൾ ചെയ്യുക. അപ്പം അങ്ങനെ എപ്പോഴും എന്തെങ്കിലും ചിന്തിക്കുക, നമ്മൾ ആക്റ്റീവായിട്ടൊരു വരുമാനം നമുക്ക് ഉണ്ടാവണം. അറ്റ് ദ സെയിം ടൈം വേറെ കുറെ പരിപാടികൾക്ക് നമ്മൾ എന്ത് ചെയ്യണം, മറ്റുള്ളവരിൽ നിന്ന് വരുമാനം നമ്മൾ വെച്ചാൽ അവർ ഇതാക്കി തരണം. അപ്പൊ സോഴ്സ് ഓഫ് ഇൻകം എപ്പോഴും എന്ത് ചെയ്യുക, വൺ സോഴ്സ് ഓഫ് ഇൻകം ആൻഡ് വേഴ്സസ് മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം. നമ്മൾ സാധാരണക്കാരൻ എന്താണ്, ഒരു സോഴ്സ് ഓഫ് ഇൻകം ഉള്ളൂ. എന്നാൽ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ ഒരുപാട് സോഴ്സിൽ നിന്നുള്ള ഇൻകം കൊണ്ടുനടക്കും. ആൻഡ് ദെൻ ആക്റ്റീവ് ഇൻകം ആൻഡ് പാസീവ് ഇൻകം. ഇത് ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ സാധാരണക്കാർക്ക് എന്തേ ഉള്ളൂ, ആക്റ്റീവ് ഇൻകമേ ഉള്ളൂ. എന്നാൽ റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് പാസീവ് ഇൻകം ആണുള്ളത്. ഇവർക്ക് പാസീവ് ഇൻകം കൂടെ ഉണ്ട്. അവർ ആക്റ്റീവ് ആയിട്ടുള്ള ഇൻകം എന്ന് പറയുന്നത് അവർ എല്ലാത്തിനെയും കോർഡിനേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ദേ ആർ ഗുഡ് അറ്റ് കോർഡിനേറ്റിംഗ് പീപ്പിൾ. പ്രൊജക്റ്റുകളെ കോർഡിനേറ്റ് ചെയ്യുക, ചെറിയ ചെറിയ ബിസിനസ്സുകളെ കോർഡിനേറ്റ് ചെയ്യുക, ജോലിക്കാരെ കോർഡിനേറ്റ് ചെയ്യുക. എന്താ കോർഡിനേഷന്റെ മലയാളം വേർഡ് എന്താ? ഒരുമിച്ച് കൂട്ടി മാനേജ് ചെയ്യുക. അത്രേ ഉള്ളൂ കോർഡിനേഷൻ എന്ന് പറയുന്നത്. മൊത്തത്തിൽ എല്ലാം കൂടെ കൈകാര്യം ചെയ്യാന്ന് പറയും കോർഡിനേഷൻ. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അത് കൈകാര്യം, പിന്നെ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രത്യേകത എന്താണെന്ന് അറിയോ? അവരിത് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരെ ഏൽപ്പിക്കും, എന്നിട്ട് അവരും അതിൽ നിന്ന് മാറി. അപ്പൊ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നല്ല രീതിയിലേക്ക് ആക്റ്റീവായിട്ടുള്ള ഒരു ഇൻകം നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ എന്ത് ചെയ്യണം, കൊണ്ടുവരണം. ആക്റ്റീവ് ഇൻകം ആൻഡ് പാസീവ് ഇൻകം. അക്കാഡമിക് എഡ്യൂക്കേഷൻ വേഴ്സസ് സെൽഫ് എഡ്യൂക്കേഷൻ. റിച്ച് ആയിട്ടുള്ള ആൾക്കാരും സാധാരണക്കാരും തമ്മിലുള്ള വ്യത്യാസം, സാധാരണക്കാരെന്താണ്, അക്കാഡമിക് എഡ്യൂക്കേഷനേ ഉള്ളൂ. സാധാരണക്കാർക്ക് എന്താ ഉള്ളത്? അക്കാഡമിക് എഡ്യൂക്കേഷനാണ് ഉള്ളത്. അവർക്ക് സെൽഫ് എഡ്യൂക്കേഷൻ ഇല്ല. സെൽഫ് എഡ്യൂക്കേഷൻ അവർക്ക് താല്പര്യമില്ല, അതിൽ പൈസ മുടക്കാൻ താല്പര്യമില്ല. സമ്പന്നരെ വിജയിപ്പിക്കുന്നതിന്റെ കാര്യം, സമ്പന്നര് സെൽഫ് എഡ്യൂക്കേറ്റ് ചെയ്യും, സ്വന്തമായിട്ട് പഠിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളിൽ അധികം ആൾക്കാർ സമ്പന്നനാവാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങൾ നല്ല കോഴ്സിൽ പൈസ മുടക്കി നന്നായിട്ട് സ്കില്ല് പഠിച്ച്
നിങ്ങളുടെ സ്കില്ല് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ല നിങ്ങൾ ഫ്രീ ആയിട്ടുള്ള ഈ ക്ലാസ്സുകൾ മാത്രം കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഹാപ്പൻസ്, നിങ്ങൾ എന്ത് ചെയ്യില്ല, സമ്പന്നരാവില്ല. ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ മാത്രം കേൾക്കുന്ന സ്വഭാവം നിർത്തുക. നിങ്ങളുടെ വരുമാനത്തിൽ നിന്ന് 10%, ഏറ്റവും ചുരുങ്ങിയത് 20% ചെയ്യാൻ പറ്റിയ അത്ര നല്ലത്, 10% നിങ്ങൾ ഏറ്റവും വിലപിടിപ്പുള്ള, ഏറ്റവും മികച്ച, ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളെ ചേഞ്ച് ചെയ്യുന്ന അറിവുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, മാറ്റിവെക്കാം. അറിവുകളാണ് നിങ്ങൾ ചേഞ്ച് ചെയ്യുക. ഹൈ ഇൻകം സ്കില്ലുകളുണ്ട്. ആ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു കോഴ്സിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ജോയിൻ ചെയ്യണം. ഇപ്പം നമ്മുടെ ഒരു പ്രോഗ്രാം വരുന്നുണ്ട്, 1 ഇയർ പ്രോഗ്രാം. ആ 1 ഇയർ പ്രോഗ്രാമിൽ നമ്മൾ എന്താണ് പഠിപ്പിക്കുന്നത്? കംപ്ലീറ്റ്ലി നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ സഹായിക്കുന്ന, ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, ഗ്രോത്ത് ആൻഡ് വെൽത്ത്. നിങ്ങൾ ഗ്രോ ചെയ്യുക, നിങ്ങളുടെ വെൽത്ത് ഗ്രോ ചെയ്യുക. ഗ്രോ യുവർ സെൽഫ്, ഗ്രോ യുവർ വെൽത്ത്. നിങ്ങൾ നിങ്ങളെ ഗ്രോ ചെയ്യുക, നിങ്ങളുടെ വെൽത്ത് ഗ്രോ ചെയ്യുക. നിങ്ങളുടെ വളർച്ച, നിങ്ങളുടെ ആസ് എ കരിയർ ആണ്, നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങളുടെ കരിയർ, അതെന്തായിക്കോട്ടെ, ഏത് ജോലി ആയിക്കോട്ടെ, നിങ്ങൾ മാനേജർ ആവാം, നിങ്ങൾ CEO ആവാം, നിങ്ങൾ ജനറൽ മാനേജർ ആവാം, നിങ്ങൾ ഒരു സെയിൽസ് പേഴ്സൺ ആവാം, നിങ്ങൾ ഒരു പബ്ലിക് സ്പീക്കർ ആവാം, ട്രെയിനർ ആവാം, കോച്ച് ആവാം, നിങ്ങളുടെ അഡ്വക്കേറ്റ് ആവാം, നിങ്ങളൊരു ടാക്സ് പ്രാക്ടീഷണർ ആവാം. However, whatever that you are doing, you can multiply your growth. നിങ്ങളുടെ ഗ്രോത്ത് ഫാസ്റ്റ് ആക്കാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന ഒരാളാവാം, ഒരു ബിസിനസ് വുമൺ ആവാം, ഒരു ബ്രാൻഡ് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാവാം. ഇതിനൊക്കെ സഹായിക്കുന്ന പ്രോഗ്രാമാണ് നമ്മളുടെ ഒരു പ്രോഗ്രാം. എന്തായാലും നിങ്ങൾക്ക് ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈവനിങ്ങിൽ എന്ത് ചെയ്യുന്നൊരു സെഷൻ വെക്കുന്നുണ്ട്. ഹൗ ടു ഗ്രോ യുവർ കരിയർ, ഹൗ ടു ബിൽഡ് വെൽത്ത് ത്രൂ കോച്ചിങ്. കോച്ചിങ്ങിലൂടെ, കോച്ചിങ് അറ്റൻഡ് ചെയ്തുകൊണ്ട്, കോഴ്സുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഏത് തരത്തിലുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്യണം, കാര്യങ്ങളെല്ലാം പഠിപ്പിക്കുന്ന ഒരു സെഷൻ ഉണ്ട് ഈവനിങ്ങിൽ നടക്കുന്നത്. വെബിനാറാണ്. കം ആൻഡ് അറ്റൻഡ് ദാറ്റ്. ഇറ്റ് വിൽ ബി റിയലി അമേസിങ് ഫോർ യു. അപ്പോൾ മറക്കരുത്, അതിലെന്ത് ചെയ്യുക, പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വരും. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്താ, ലാസ്റ്റ്, സെൽഫ് എഡ്യൂക്കേഷൻ. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ എപ്പോഴും സെൽഫ് എഡ്യൂക്കേഷന് പ്രാധാന്യം കൊടുക്കാത്തവരാണ്, കംപ്ലൈൻറ്റ് പറയുന്നവരാണ്, നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവരാണ്, ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നവരാണ്. അവർ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളിൽ ഇരിക്കില്ല. അവർ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളെ പുച്ഛിക്കുക ചെയ്യുക. അതൊരു മോട്ടിവേഷൻ ക്ലാസ്, നമ്മളുടെ ക്യാഷ് അടിച്ചു മാറ്റാനുള്ള പരിപാടി, അങ്ങനെയുള്ള ഒരു തിങ്കിങ് ആണ്. അതിനപ്പുറത്തേക്ക് എന്താ വെച്ചാൽ, ദേ ആർ നോട്ട് റെഡി ടു ട്രാൻസ്ഫോം, ദേ ആർ നോട്ട് റെഡി ടു ലേൺ, ദേ ആർ നോട്ട് റെഡി ടു അപ്ഡേറ്റ്, ദേ ആർ നോട്ട് റെഡി ടു ഇൻവെസ്റ്റ് മണി ഫോർ എഡ്യൂക്കേഷൻ. എന്നാൽ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ സെൽഫ് എഡ്യൂക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്, സ്വയം പണം മുടക്കി പഠിക്കാൻ തയ്യാറുള്ള ആൾക്കാരാണ്. അപ്പം നിങ്ങൾ ഏതാണ്? വിച്ച് വൺ ആർ യു? എപ്പോഴും എന്ത് ചെയ്യുക, പണം മാറ്റി വയ്ക്കുക. അല്ല, പണം മാറ്റി വയ്ക്കാതെ ഫ്രീ ക്ലാസ്സുകൾ മാത്രം അറ്റൻഡ് ചെയ്യുന്നതാണ് ബുദ്ധി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളാണ് വിഡ്ഢി. അതിൽ വെച്ച് അധികം ഭംഗി വാക്കൊന്നും വെക്കാനില്ല. അതിൽ ഭംഗി വാക്ക് വെക്കേണ്ട ഒരു കാര്യമല്ല. ഉള്ള പോലെ പറയാണ്, മൂഢത്വമാണ് കാണിക്കുന്നത്, വിഡ്ഢിത്വമാണ് കാണിക്കുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യരുത്, ചെയ്യരുത്. ഒട്ടങ്ങിണറ്റുള്ള തവളയായിട്ട് മാറരുത്. ഞാൻ കണ്ട ലോകം, ഞാൻ ചിന്തിക്കുന്നതും ആണ് ശരി, ഞാനിങ്ങനെയാണ് ചിന്തിക്കുന്നത്, പണം കൊടുത്ത് കോഴ്സൊന്നും പഠിക്കുന്നത് ശരിയല്ല, അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ പൊട്ടക്കിണറ്റിൽ തവളയാവും. വേറെ ലോകമൊന്നും കാണാൻ കഴിയില്ല, വേറെ അറിവൊന്നും ലഭിക്കില്ല. നമ്മൾ ചിന്തിക്കുന്ന അറിവുകൾ മാത്രം ലഭിച്ച് അത് മാത്രം ഇങ്ങനെ അപ്ലൈ ചെയ്ത് പോകുന്നൊരവസ്ഥ ഉണ്ടാവും. വാട്ട് ഹാപ്പൻസ്, നിങ്ങളുടെ ഇപ്പോഴുള്ള ആ അറിവും ആ കാഴ്ചപ്പാടും ആ സംഗതികളുമാണ് നിങ്ങൾ ഇവിടെ എത്തിച്ചത്. അത് നിങ്ങളെ ഇവിടേക്കേ എത്തിക്കുള്ളൂ. ഇനി എന്താ പറയുക, മുന്നിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ യു നീഡ് പുതിയ ആറ്റിറ്റ്യൂഡ് വേണം, പുതിയ കാഴ്ചപ്പാടുകൾ വേണം, പുതിയ മനോഭാവം വേണം, പുതിയ അറിവുകൾ വേണം, പുതിയ വിശ്വാസം വേണം, പുതിയ വിശ്വാസ പ്രമാണങ്ങൾ വേണം, പുതിയ അപ്ലിഫ്റ്റിംഗ് ബിലീഫുകൾ വേണം, പുതിയ സെൽഫ് ഇമേജ് വേണം, പുതിയ സ്കില്ലുകൾ വേണം. അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. പുതിയ കണക്ഷൻസ് വേണം, അത് ബിൽഡ് ചെയ്യാനുള്ള അറിവ് വേണം. പുതിയ പ്രൊജക്റ്റുകൾ വേണം, അത് ബിൽഡ് ചെയ്യാനുള്ള അറിവ് വേണം, കഴിവ് വേണം, സ്കില്ല് വേണം, അതിനുള്ള റിസോഴ്സസ് വേണം. അത് എവിടെ നിന്ന് കിട്ടും, എങ്ങനെ കിട്ടും, എപ്പോൾ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം, കംപ്ലീറ്റ്ലി പഠിക്കണം. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ എന്താ വെച്ചാൽ അത് എങ്ങനെ ചെയ്യും, എപ്പോൾ ചെയ്യും,
എന്തുകൊണ്ട് ചെയ്യണം, അതേപോലെ തന്നെ ആരുടെ കൂടെ ഞാൻ അത് ചെയ്യും, എങ്ങനെയാണ് ഞാൻ അതിൽ വിജയിക്കുക, വിജയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ്സുകൾ ആരൊക്കെ ആയിട്ട് ഞാൻ ഷെയർ ചെയ്യണം, എൻ്റെ കൂടെ വരുന്നവർക്ക് എന്തൊക്കെ ലഭിക്കണം, അവരുടെ ഉദ്ദേശങ്ങൾ എന്തായിരിക്കും, അവരുടെ കാഴ്ചപ്പാടുകൾ എന്തായിരിക്കണം, അവരുടെ ഉദ്ദേശങ്ങൾ എന്തായിരിക്കണം, അതിലേക്ക് ഞാൻ എങ്ങനെയാണ്, അവരുടെ ആഗ്രഹങ്ങൾ എങ്ങനെയാണ് ഞാൻ ഫുൾഫിൽ ചെയ്യുക, എങ്ങനെയുള്ള കംപ്ലീറ്റ് പ്ലാൻ നിങ്ങൾക്ക് വേണം. You need a complete plan. And to create a complete plan, you need such kind of education. So for any project, you have to update yourself. You have to educate yourself. And that's the way you make money. And that's the way you make every project successful. So learn, പഠിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് മാത്രം വരും കേട്ടോ. ആ ലെവലിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, വരിക, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതാണ് സെൽഫ് എഡ്യൂക്കേഷൻ. അക്കാഡമിക് എഡ്യൂക്കേഷൻ എന്താണ്? 10 വരെ പഠിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഡിഗ്രി വരെ പഠിച്ചിട്ടുണ്ടാവാം, അത് മാത്രം മതി, ഇനി ജീവിതത്തിൽ പഠിക്കേണ്ട എന്ന് ചിന്തിക്കുന്ന ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാർ. നോ, പുതിയ കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യണം, അപ്ഡേറ്റ് യുവർ സെൽഫ് എഡ്യൂക്കേറ്റ് ചെയ്യും. റിച്ച് ആയിട്ടുള്ള ആൾക്കാർ അത് ചെയ്യുന്നവരാണ്. ഇനി അടുത്തത് എന്താ വെച്ചാൽ മൂവേഴ്സ് ആൻഡ് നോൺ മൂവേഴ്സ്. റിച്ച് ആയിട്ടുള്ള ആൾക്കാർ അവർ മൂവേഴ്സാണ്. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ എന്താ വെച്ചാൽ മൂവേഴ്സ് അല്ല, നോൺ മൂവേഴ്സ്. ഒരു വീട്ടിൽ, ഒരു നാട്ടിൽ, ഒരു സ്ഥലത്ത് അവിടെ നിൽക്കുക. ദേ ആർ നോട്ട് റെഡി ടു ട്രാവൽ, ദേ ആർ നോട്ട് റെഡി ടു മൂവ്. ഞാനിപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളുടെ ഇടയിൽ പല സ്ഥലങ്ങളിൽ താമസിച്ചിട്ടുണ്ട്. ഞാൻ തായ്ലൻഡിൽ പോയിട്ടുണ്ട്, ഗുണമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ദുബൈയിൽ പോയിട്ടുണ്ട്, സൗദിയിൽ പോയിട്ടുണ്ട്, ഖത്തറിൽ പോയിട്ടുണ്ട്, ഒമാനിൽ പോയിട്ടുണ്ട്, കുവൈത്തിൽ പോയിട്ടുണ്ട്, മുംബൈയിലേക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ട്, ബാംഗ്ലൂരിലേക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഐ ട്രാവൽ, ഇടയ്ക്കിടയ്ക്ക് ട്രാവൽ ചെയ്യും. ചില സിറ്റീസിൽ കുറച്ച് കാലത്ത് നിൽക്കും, അവിടുത്തെ ഓപ്പർച്യൂണിറ്റീസ് എക്സ്പ്ലോർ ചെയ്യും. നൗ ഐ എം ഇൻ ബാംഗ്ലൂർ, സോ ഐ എം എക്സ്പ്ലോറിംഗ് ദ ഓപ്പർച്യൂണിറ്റി. ഐ എം ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് ഹിയർ ദ മാർക്കറ്റ് ആൻഡ് ഓൾ ഓഫ് ദ തിങ്സ്. നല്ല അറിവ് എവിടെയാണ് കിട്ടുന്നത് അവിടേക്ക് യാത്ര ചെയ്യാൻ മടി കാണിക്കില്ല. ഇപ്പം നമ്മുടെ പ്രോഗ്രാം കോഴിക്കോട് വരാൻ പോകണം. രജിസ്ട്രേഷൻ ഇന്ന് അവസാനിക്കാൻ പോകണം. ഫൈനൽ ഓപ്ഷനാണ് 7-ാം തീയതി. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ എന്തായാലും പങ്കെടുക്കുക, അതിനുവേണ്ടി രജിസ്റ്റർ ചെയ്യുക. 12,600 നമ്മുടെ കോഴ്സ് ഫീ വരുന്നത്. ആ കോഴ്സ് ഫീ നമ്മൾ 2,100 രൂപ ഡിസ്കൗണ്ടിൽ ഇന്ന് നിങ്ങൾക്ക് കിട്ടും. ഇന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഡിസ്കൗണ്ട് കിട്ടില്ല. ഇന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ ഡിസ്കൗണ്ട് വരുന്നുണ്ട്. ആ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം 11,000 രൂപയോടും കൂടി നിങ്ങൾക്ക് കൊടുക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യരുത്, അത് നഷ്ടപ്പെടുത്തരുത്. ഓക്കെ. അപ്പോൾ 2 ഡിസ്കൗണ്ട് ഓഫറുകൾ നമ്മൾ കൊടുക്കുന്നത്, രണ്ട് ഡേറ്റ് ആണ്. ഇന്നത്തെ ഡേറ്റ്, ഫസ്റ്റ് ഡിസ്കൗണ്ട് ഓഫറിന്റെ ഡേറ്റ് ഇന്ന് തീരുകയാണ്. സോ ഗ്രാബ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. അതെന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, ഉപയോഗപ്പെടുത്തുക. ഇന്ന് പ്രോഗ്രാമിന് വരാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും, അപ്പോൾ കോഴിക്കോടാണ്. ഇപ്പം ഞാൻ പറഞ്ഞ മൂവേഴ്സ് നോൺ മൂവേഴ്സ് എന്ന് പറയാൻ കാരണം, കോഴിക്കോടാണ് എന്ന് വിചാരിച്ചിട്ട് ചില ആൾക്കാർ കൊച്ചിയിൽ പ്രോഗ്രാം ഉണ്ടാവുമോ, അല്ലെങ്കിൽ എറണാകുളത്ത് ഉണ്ടാവോ, അല്ലെങ്കിൽ മലപ്പുറത്ത് ഉണ്ടാവും, ഇങ്ങനെ സ്വന്തം വീട്ടിലുണ്ടാവുന്ന, അത് നാട്ടിലുണ്ടാവുന്ന, കംഫർട്ട് സോണിലേക്ക് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അത്രയും യാത്ര ചെയ്യാൻ വൈകിയ. അപ്പോൾ വിജയിക്കുന്ന ആൾക്കാരുടെ പ്രത്യേകത, ദേ ആർ റെഡി ടു മൂവ്, ദേ ആർ റെഡി ടു ട്രാവൽ. അവർക്ക് യാത്ര ഒരു പ്രശ്നമല്ല. ഈ ഒരു 30-35 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ അധികം ആൾക്കാരുടെ പ്രശ്നം അതാണ്, യാത്ര ചെയ്യാൻ വേണ്ടിയാണ്. കംഫർട്ടിൽ നിൽക്കുക. ഓ, ഇനിയിപ്പോൾ അങ്ങോട്ട് യാത്ര ചെയ്യണ്ട, ഇനി അങ്ങോട്ട് ഡ്രൈവ് ചെയ്യണ്ട, അങ്ങോട്ട് പോകണ്ട. ഈ ഒരു മടി, അത് മടി ഒഴിവാക്കണം. ഓൾവേസ് വില്ലിങ് ടു ട്രാവൽ. യാത്ര ചെയ്യാൻ ഭയങ്കരമായിട്ടുള്ള ക്രേസ് ഉണ്ടാവണം. ആ യാത്ര എൻജോയ് ചെയ്യുക. അതൊരു ബിസിനസ് ട്രിപ്പായിട്ട് കാണുക, അത് എൻജോയ് ചെയ്യുക. അത് അങ്ങോട്ട് പോവുക, അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് വരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആ തരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ബി എ മൂവർ. നിങ്ങളൊരു മൂവറായിട്ട് മാറുക കേട്ടോ. എവിടെയാണ് പ്രോഗ്രാം അനൗൺസ് ചെയ്യുന്നത് അവിടേക്ക് പോവുക, അതിൽ എക്സൈറ്റഡ് ആവുക, എന്നിട്ട് പഠിക്കുക. എവിടെ നിന്നൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും ആലോചിക്കുക. ആരുടെ നിന്നൊക്കെ പഠിക്കാൻ പറ്റും. ഇപ്പോൾ മുംബൈയിലാണെങ്കിൽ മുംബൈയിലേക്ക് പോകണം, ചെന്നൈയിലേക്ക് പോകണം, ഡൽഹിയിലേക്ക് പോകണം. യു ഗോ ആൻഡ് ലേൺ ഫ്രം അതർ പീപ്പിൾ. ഓക്കെ, ഡു ഇറ്റ്. സോ താങ്ക് യു സോ മച്ച്. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ്, നമ്മുടെ ഇന്നത്തെ സെഷനോട് അവസാനിപ്പിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ പറ്റിയോ? ചലിക്കുന്നവരായിട്ട് നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ കേട്ടതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, റിമൈൻഡ് ചെയ്യണം. ദിസ് ഇസ് എ റിമൈൻഡർ. ഇന്ന് ഈവനിങ്ങിൽ സെഷൻ നടക്കുന്നുണ്ട്, ആ സെഷനിൽ നിങ്ങൾ പങ്കെടുക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നമുക്ക് സ്റ്റുഡൻസ് ബാച്ച് പ്രോഗ്രാം നടക്കുന്നുണ്ട്. +1 +2 എബോവ് പഠിക്കുന്ന കുട്ടികൾക്ക്, അതായത് 10ാം ക്ലാസ്സിന് മുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക്, കോളേജ് വരെയുള്ള പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഉള്ള ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കോഴ്സിലേക്ക് നിങ്ങൾക്ക് എന്ത് വരാം. അതിൻ്റെ രജിസ്ട്രേഷൻ നടക്കുന്നുണ്ട്. ആൻഡ് കം ആൻഡ് ജോയിൻ ആൻഡ് വി ക്യാൻ ലേൺ ഫ്രം ഈച്ച് അതർ
And then സ്റ്റുഡൻസിനുള്ള എത്രയാണ് ഫീസ് വരുന്നത്? സ്റ്റുഡൻസ് പ്രോഗ്രാമിന്റെ ഫീ എത്ര വരുന്നത് ശരത്? ഐ തിങ്ക് സ്റ്റുഡൻസ് പ്രോഗ്രാം വരുന്നത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ടീം മെമ്പർ ഇപ്പം എനിക്ക് അപ്ഡേറ്റ് ചെയ്യും. ജസ്റ്റ് ഗിവ് മീ. സ്റ്റുഡൻസ് പ്രോഗ്രാം 6,999, അതായത് 6,999 രൂപ. അതാണ് പ്രോഗ്രാം ഫീ വരുന്നത്. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂട്ടിലൈസ് ചെയ്യാം, ഗ്രാബ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. അത് നിങ്ങളെ ശരിക്കും എന്ത് ചെയ്യും, സ്റ്റുഡൻസിന് സ്ട്രഗിൾ ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി റിയലി ഹെൽപ്ഫുൾ ഫോർ ദം. അവർക്ക് നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യും, അവരത് ചേഞ്ച് ചെയ്യും കേട്ടോ. അപ്പോൾ സ്റ്റുഡൻസ് പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യുക. അത് ശരിക്കും കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും, ക്ലിയർ ചെയ്യാൻ സഹായിക്കും. ഓൾറെഡി നമ്മുടെ ഇന്നലത്തെ സെഷനിൽ, സൺഡേയിൽ നടന്ന സെഷനിൽ നിങ്ങൾക്ക് അറിയാലോ, ഇന്ന് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 6,499 രൂപയ്ക്ക് അത് അവൈലബിൾ ആണ് കേട്ടോ. 6,999 രൂപയാണ്. 500 rupees ഡിസ്കൗണ്ട് അവൈലബിൾ ആണ്. 6,499 രൂപ ഇന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗ്രാബ് ചെയ്യാം. ഗ്രാബ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി ആൻഡ് രജിസ്റ്റർ ടുഡേ. അറിയാലോ, നമ്മളുടെ കഴിഞ്ഞ സെഷനിൽ പങ്കെടുത്തിട്ടുള്ള നമ്മുടെ അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു, സുധീർ സാർ. അദ്ദേഹത്തിന്റെ മകനുണ്ടായിട്ടുള്ള ചേഞ്ച് എത്രത്തോളമാണെന്നുള്ളത്, അദ്ദേഹത്തിന്റെ മകൻ ഹിന്ദി സബ്ജക്റ്റിൽ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കോഴ്സ് പഠിച്ചത്, അതിലുള്ള കാര്യങ്ങൾ, തെറാപ്പികൾ കറക്റ്റായിട്ട് ചെയ്തതോടുകൂടി എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, കറക്റ്റായിട്ട് അത് പഠിച്ചിട്ടുള്ള കുട്ടികൾ നല്ല രീതിയിലേക്ക് ഉണ്ടായി, ഒരു വലിയ ചേഞ്ചസിലേക്ക് വരുന്നത്. ആ മോനിപ്പം ആ ഒരു വിഷയത്തിൽ ടോപ്പറായി മാറി. ഇപ്പൊ ഏതാണോ സ്ട്രഗിൾ ചെയ്യുന്ന വിഷയം, അത് ടോപ്പാക്കി മാറ്റാൻ പറ്റും. കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാൻ പറ്റും. സോഷ്യൽ മീഡിയ അഡിക്ഷൻ കട്ട് ചെയ്യാൻ പറ്റും. അവൻ കംപ്ലീറ്റ്ലി ഇപ്പം 5 മണിക്ക്, അവൻ വൈകി എണീക്കുന്ന ഒരാളായിരുന്നു. അവന് കറക്റ്റ് ഇപ്പം 5 മണിക്ക് എണീക്കുക, എന്നിട്ട് എന്ത് കറക്റ്റായിട്ട് എന്താ വെച്ചാൽ മെഡിറ്റേഷൻ ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക, പഠിക്കുക. ആള് ടോട്ടലി മാറി. ആളുടെ സെൽഫ് ഇമേജ് മാറി. കുട്ടികളുടെ കോൺഫിഡൻസ്, കുട്ടികൾക്കൊരു പ്രതീക്ഷ കൊടുത്താൽ. കുട്ടികളുടെ മൈൻഡ് വളരെ വീക്കാണ് ആക്ച്വലി. അത് നമ്മൾ പ്രോഗ്രാം ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതിന്റെ പ്രോഗ്രാമിങ് നമ്മൾ അറിയണം. EFT വന്നു കഴിഞ്ഞാൽ അവർ തന്നെ സ്വയം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പഠിക്കുന്ന ഒരു മെത്തേഡാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അവർക്ക് നമ്മൾ എക്സ്പെക്ടേഷൻ സെറ്റ് ചെയ്യും. അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്ന രീതിയിലുള്ള എക്സ്പെക്ടേഷൻ സെറ്റ് ചെയ്തിട്ട് ഒരുപാട് ട്രോമയും കാര്യങ്ങളും കിട്ടിയിട്ടുള്ള ആ കുട്ടിയുടെ ട്രോമകളെല്ലാം ഹീൽ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ കുട്ടിയുടെ മൈൻഡിൽ എന്ത് ചെയ്യണം, ഒരു ഐഡിയൽ ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ആ ഐഡിയൽ ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്തിട്ട് കുട്ടിക്ക് തന്നെ സ്വയം സെൽഫ് മോട്ടിവേറ്റഡ് ആവും, എനിക്കത് അച്ചീവ് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ സെൽഫ് മോട്ടിവേറ്റഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, വൺസ് നമുക്കത് സെറ്റ് ചെയ്യാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആ കുട്ടി പിന്നെ ഓട്ടോ പൈലറ്റായിട്ട് വർക്ക് ചെയ്യും. പിന്നെ നമ്മളായിട്ട് ആ കുട്ടിയെ ഒന്നും ചെയ്യണ്ട. അപ്പോൾ നിങ്ങൾ പാരന്റ് ആണ്, നിങ്ങളുടെ മക്കളെ കാര്യത്തിൽ നിങ്ങൾ വല്ലാണ്ട് വറീഡ് ആയതുകൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് സെൻഡ് ചെയ്തോളൂ. അവർ കറക്റ്റ് ട്രാക്കിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. So come and enroll your students and or enroll your children to the program and live a worry-free life. അവരുടെ കാര്യത്തിൽ പിന്നെ നിങ്ങൾ വറീഡ് ആണ്. അവർ സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ട്, സ്റ്റേബിൾ ആയിട്ട്, സ്വയം സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന, പഠിക്കുന്ന, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉള്ള ഒരു മക്കളായിട്ട് മാറും. പിന്നെ അവരുടെ ഈ സോഷ്യൽ മീഡിയ അഡിക്ഷൻ, മറ്റുള്ള ഗെയിം അഡിക്ഷൻ, ഈ കാര്യങ്ങളൊക്കെ കട്ടാവും, കറക്റ്റ് പാത്തിലേക്ക് പോകും. സോ ലെറ്റ് ദം ജോയിൻ ദ കോഴ്സ്. ഹാജരമായാണ് കോഴ്സ് എടുക്കുന്നത്. ഷീ ഈസ് സോ ഗുഡ് അറ്റ് ദാറ്റ്. സ്റ്റുഡൻസിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നത് അവർക്ക് നന്നായിട്ട് അറിയാം. ആൻഡ് കം ആൻഡ് ലെറ്റ് ദം ഗോ ത്രൂ ദ പ്രോസസ്. EFT ആണ്, തെറാപ്പി മെത്തേഡിലൂടെയാണ് പഠിപ്പിക്കുന്നത്. ലെറ്റ് ദം ഗോ ത്രൂ ദ കോഴ്സ്. ഓക്കെ, സോ അത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം, ഡേറ്റ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഐ തിങ്ക് 14 തീയതിയാണ് നമുക്കതിൻ്റെ പ്രോഗ്രാമിൻ്റെ ഡേറ്റ് വരുന്നത്. സോ ഇന്ന് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് ചെറിയൊരു എമൗണ്ട് അടച്ചിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഈ ഒരു അറ്റ്ലീസ്റ്റ് ഏർലി ബേർഡ് ഓഫർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്വന്തമാക്കാം കേട്ടോ. 13-നാണ് പ്രോഗ്രാം നടക്കുന്നത്, 14 അല്ല 13 കേട്ടോ. 13-നാണ് പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 2,000 rupees അടച്ചിട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, അതിൻ്റെ പേയ്മെന്റ് അടച്ചൊരു ഡേറ്റ് ബ്ലോക്ക് ചെയ്യാം. എന്നാൽ ആ 500 rupees നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിസ്കൗണ്ട് എടുക്കാം. ഓക്കെ, 14th ഗോൾ സെറ്റിംഗ് പ്രോഗ്രാം ഉണ്ട്. 2025 നിങ്ങൾക്ക് ഗോൾ സെറ്റ് ചെയ്യാനും നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാനുള്ള നെക്സ്റ്റ് ബാച്ച് വരുന്നുണ്ട് 14th. കം ആൻഡ് ജോയിൻ ദാറ്റ് ആസ് വെൽ. 5 ദിവസത്തെ പ്രോഗ്രാമാണ്, ഞാനാണ് ക്ലാസ് എടുക്കുന്നത്. ഇറ്റ് വിൽ ബി ടോട്ടലി എ ഗെയിം ചേഞ്ചർ ഫോർ യു. കം ടു ദ പ്രോഗ്രാം. 26-ാം തീയതി നടക്കുന്ന അറിയാലോ, കാലിക്കറ്റ് നടക്കുന്നു, 1 day ഓഫ്ലൈൻ പ്രോഗ്രാം. സോ ദർ ആർ മെനി പ്രോഗ്രാംസ് ആർ കമ്മിങ്. ആൻഡ് അതിന് പുറമെയാണ് നമ്മളെന്ന് വെച്ചാൽ ഇനി എല്ലാ ബുധനാഴ്ചയും നമ്മൾ സംരംഭകർക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്യാണ്. സോ 1 year പ്രോഗ്രാം. ഇനി അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് ഈവനിങ്ങിൽ സംസാരിക്കാം. ഓക്കെ, ഇന്ന് ഒരു വെബിനാർ ഉണ്ട് വെൽത്ത് ക്രിയേഷനുമായി ബന്ധപ്പെട്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്.
ശോഭ മാം, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളുടെ കോച്ചിങ് പ്രോഗ്രാം, ഗോൾ സെറ്റിംഗ് പ്രോഗ്രാം? ഹൗ വാസ് ഇറ്റ്? സൂപ്പർ ആയിരുന്നു സർ. എന്താണ് അതിൽ പങ്കെടുക്കാൻ താല്പര്യമായിട്ടോ സംശയിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട്, അവരോട് എന്താ പറയുള്ളത്? ഇല്ല സർ, നല്ല പ്രോഗ്രാമാണ്. എല്ലാവരും പങ്കെടുക്കണം. നമുക്ക് ശരിക്കും സത്യത്തിൽ ഇത് എങ്ങനെ കൊണ്ടുപോകേണ്ട ലൈഫ് എന്ന് അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഇരിക്കുന്ന വ്യക്തികളാണ് പങ്കെടുക്കണമെന്ന്. എന്തായാലും പങ്കെടുക്കുക. എന്താണ് നമുക്ക് വിഷൻ ബോർഡ്, അല്ലെങ്കിൽ എന്താണ് വിഷൻ, നമ്മുടെ എന്താണ് ഈ വർഷത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളിൽ ഇവിടുന്ന് തുടർന്ന് നമുക്ക് മാറ്റങ്ങൾ വരണം എന്നുണ്ടെങ്കിൽ എല്ലാവരും ഇതിനു വേണ്ടി പങ്കെടുക്കുക. അത്രയും നല്ല ക്ലാസ് ആണ്. 1899 രൂപയുള്ളൂ അല്ലെ പ്രോഗ്രാമിന്? അതെ സർ. പിന്നെ എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഫ്രീ ക്ലാസ് ഞാൻ ഇന്നലെ ഇടാൻ മറന്നു ടീമില്. അപ്പൊ അവര് ചോദിക്കുന്നു, മാഡം ലിങ്ക് വന്നില്ല പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഞാൻ ഓർക്കത്തപ്പെട്ടു, അറിഞ്ഞില്ല, സോറി സർ. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് എത്ര ആളെ ബാധിച്ചു. അപ്പൊ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ ഇപ്പൊ ഏതായാലും ഡെയിലി രാവിലെ മോർണിംഗ്, അതിന്റെ കൂടെ തന്നെ ആ ലിങ്കും കൂടി ഒന്നും കൂടി ജോയിൻ ചെയ്യാനുള്ള ലിങ്കും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതിൽ തന്നെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ വരികയാണെന്നുണ്ടെങ്കിൽ അവര് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് അല്ലേ ശരത്? ആ ഗ്രൂപ്പിന്റെ ലിങ്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഗ്രൂപ്പിന്റെ ലിങ്ക് അവർ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെയിലി ഒന്ന് അത് പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കേറാൻ പറ്റും. കാരണം കേറാൻ പറ്റില്ല. അതെ, എനിക്ക് തോന്നുന്നു നമ്മുടെ ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മൾ പലപ്പോഴും ഡെയിലി പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ അല്ലെങ്കിൽ അതിന്റെ മെസ്സേജിന് കൂടെ അയക്കാറുണ്ട്. EFT കഴിഞ്ഞവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും കമർച്ചാൻ, EFT ചെയ്യുന്നവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ നസുറമ്മ, ഇത് റെക്കോർഡ് അവൈലബിൾ ആണോ? യെസ്, റെക്കോർഡ് അവൈലബിൾ ആണ്. നമ്മുടെ 14-ാം തീയതി സാർ ഞാൻ കുറെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്, അവര് ജോയിൻ ചെയ്യാന്നുള്ള തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, സോ ബാച്ചിലേക്ക് എന്ത് ചെയ്യാൻ വരാം? ഓക്കെ സർ, താങ്ക് യു. ശരി, താങ്ക് യു ശോഭ മാം, താങ്ക് യു സോ മച്ച്. പ്രോഗ്രാമിലേക്ക് എന്ത് വരിക? എന്നിട്ട് എന്ത് ചെയ്യാം? നിങ്ങളുടെ ശരിക്കും വെറും 1899 രൂപയുള്ളൂ. സക്കിയ, ആർ യു ദേർ? എങ്ങനെയുണ്ടായിരുന്നു പ്രോഗ്രാം? സക്കിയ, പ്രോഗ്രാം എങ്ങനെയുണ്ടായിരുന്നു? ഹലോ സർ. യെസ്, പറഞ്ഞോളൂ. ഗോൾ സെറ്റിംഗ് പ്രോഗ്രാം അല്ലേ? അതെ അതെ. വളരെ നന്നായിരുന്നു. ശരിക്കും നമുക്കൊക്കെ ലൈഫിൽ ഒരുപാട് സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടാവും. പക്ഷെ നമ്മളത് എത്തിപ്പെടാത്തതിന് കാരണം അത് നമ്മൾ സെറ്റ് ചെയ്യുന്നതിലുള്ള അപാകതകളാണ്. അപ്പോൾ ഓരോ ഗോൾസും എങ്ങനെ നമ്മൾ അതിനെ അതിലേക്കുള്ള ആക്ഷൻ സ്റ്റെപ്സ് അടക്കം എങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ ഇതിലോട്ട് വരുന്നതോടെ നമുക്ക് ഒരു ക്ലാരിറ്റി കിട്ടും. അതോടുകൂടെ ഈസി ആയിട്ട് നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനും നമുക്ക് സാധിക്കും. അതുകൊണ്ട് മടിച്ചു നിൽക്കുന്നവര് തീർച്ചയായിട്ടും ഇതിൽ ജോയിൻ ചെയ്യുക. മാത്രമല്ല വേറെ നമുക്ക് ആ ഗോൾസിലോട്ട് എത്താനുള്ള വഴികൾ മാത്രമല്ല, ശരിക്കും അതിനു മുമ്പ് സാറിന്റെ ഒരു സെഷൻ തന്നെ ഉണ്ടായിരുന്നു. അത് അമേസിംഗ് ആയിരുന്നു എന്ന് തന്നെ പറയാം. നമ്മളെ മൈൻഡ് സെറ്റ് അതിലോട്ട് റെഡി ആക്കി എടുക്കുന്നത്, അത് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. ഓക്കെ, ജക്കിയ പറഞ്ഞിരുന്നു, അതായത് ഒരു എക്സൈറ്റ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ന്യൂ ഇയറിന് അല്ലേ? ആ എക്സൈറ്റ്മെന്റ് തിരിച്ചു കിട്ടി, അങ്ങനെയല്ലേ പറഞ്ഞത്? അതെ അതെ. ഓക്കെ, അപ്പൊ കാരണം ലാസ്റ്റ് ഇയേഴ്സ് ഒന്നും ഗോൾസ് ഞാൻ പ്ലാൻ ചെയ്ത പോലെ നടന്നില്ല. അപ്പൊ ഒരു ബുദ്ധിമുട്ട് ഉള്ളിൽ ഉണ്ടായിരുന്നു, ഇനിയിപ്പോ എന്താകും എന്നുള്ളത്. അത് മാറി ഓപ്റ്റിമിസ്റ്റിക് ആയി. നമ്മുടെ EFT പ്രോഗ്രാമും ചെയ്ത ആളാണ് സക്കിയ അല്ലേ? അതെ, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന കോഴ്സാണ്. ഓക്കെ, എങ്ങനെയുണ്ട്? ഹീലിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു, അതിന്റെ എഫക്റ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുവരുന്നുണ്ട്. Very good, fantastic. Keep on going, keep on going. Thank you so much for sharing your story here. Thank you. And please be here. Anyone else? എന്താ പറയുക, ഞാൻ പറഞ്ഞല്ല, ഗോൾ അച്ചീവ് ചെയ്യണം. 2025 നിങ്ങൾക്ക് അടിപൊളി ഒരു ഇയർ ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്പിലേക്ക് വരിക. നിങ്ങൾക്ക് ലൈഫ് കംപ്ലീറ്റ്ലി നിങ്ങളുടെ ട്രോമാസ് ഹീൽ ചെയ്യണം, എന്നിട്ട് എന്ത് ചെയ്യുക, കംപ്ലീറ്റ്ലി പുതിയൊരു തുടക്കം ആരംഭിക്കണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, EFT പ്രോഗ്രാമിലേക്ക് വരിക. EFT ഗോൾ സെറ്റിംഗ് ഫോക്കസിനെക്കാട്ടിലും നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ്ലി ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്ത് പഠിപ്പിക്കുന്നതാണ്. ട്രോമാസ് ഹീൽ ചെയ്യുന്നതാണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഹീൽ ചെയ്യുന്നതാണ്. നിങ്ങളുടെ ബിസിനസ്സിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 ഇയർ കോച്ചിങ് പ്രോഗ്രാമിലേക്ക് വരിക. കം ആൻഡ് ജോയിൻ, എവറിത്തിങ് ഈസ് അവൈലബിൾ ഹിയർ. നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കാനാണെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസ് പ്രോഗ്രാമിലേക്ക് വരിക. സോ ദിസ് ഈസ് എ പ്ലാറ്റ്ഫോം വെർ എവറിത്തിങ് ഈസ്. ആൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി റിലേഷൻഷിപ്പ് അത് ക്ലിയർ ആക്കണം, ബെറ്റർ ആക്കണം എന്നുണ്ടെങ്കിൽ EFT റിലേഷൻഷിപ്പ് മാസ്റ്ററി ഉണ്ട്. അത് 1 in 3 months നടക്കുന്നുണ്ട്, അതിലേക്ക് വരിക. എനിവേ, സീ യു ടുമോറോ. ഹാവ് എ ഗ്രേറ്റ്. ഓക്കെ, ഇന്നത്തെ സെഷൻ നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. താങ്ക് യു, താങ്ക് യു സോ മച്ച്. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.